CMRL എക്സാലോജിക് സാമ്പത്തിക ഇടപാട് കേസിൽ പുറത്തിറക്കിയ വാർത്താക്കുറിപ്പ് സ്വാഭാവിക നടപടിയെന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. റെയ്ഡിന് പിന്നാലെ വാർത്താക്കുറിപ്പ് ഇറക്കാറുണ്ട്. അനധികൃത പണമിടപാടുകളിൽ പിണറായി വിജയന്റെ മകൾ വീണ ടിക്കെതിരെ കൃത്യമായ തെളിവുകൾ ഉണ്ട് എന്നും ED വ്യക്തമാക്കി. ഇതാണ് വാർത്താക്കുറിപ്പിൽ പരാമർശിച്ചത്. കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഉടൻ ഉണ്ടാകുമെന്നും ED അറിയിക്കുകയാണ്. വീണയ്ക്കെതിരെ ED വാർത്താക്കുറിപ്പ് ഇറക്കിയത് അസാധാരണ നടപടിയെന്നായിരുന്നു പിണറായി വിജയന്റെ കഴിഞ്ഞ ദിവസത്തെ പ്രതികരണം. ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. ആജ്ഞ, 8 ഇടങ്ങളിൽ ഉൾപ്പെടെ നടന്ന പരിശോധന, അതിനുശേഷം ഹവാല ഇടപാടെന്ന് സംശയിക്കുന്ന വിവരങ്ങൾ ഉൾപ്പെടെ വീണയുടെ ഡയറിക്കുറിപ്പിൽ നിന്ന് കണ്ടെത്തിയെന്നും അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പരിശോധനയെന്നുമൊക്കെ വ്യക്തമാക്കിയ വാർത്താക്കുറിപ്പ്. അതിനെയാണ് പിണറായി വിജയൻ രൂക്ഷമായ ഭാഷയിൽ തന്നെ വിമർശിച്ചത്. പ്രത്യേകിച്ച് തൻ്റെ മകളായതുകൊണ്ടാണ് വീണയെ വേട്ടയാടുന്നത്, തനിക്കോ തൻ്റെ കുടുംബത്തിനോ ഹവാല ഇടപാടുമായി ഒരു ബന്ധവുമില്ല, തന്നിലേക്ക് എത്താനാണ് ED ശ്രമിക്കുന്നത്, തന്നെ തുറങ്കലിൽ അടയ്ക്കാമെന്നത് വ്യാമോഹമാണ് എന്നിങ്ങനെയൊക്കെയുള്ള പ്രതികരണം ഇന്നലെ പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഇവിടെ CPIM ഈ വിഷയത്തിൽ ആയുധമാക്കുന്നത് വാർത്താക്കുറിപ്പിലെ പരാമർശങ്ങളാണ്. വീണയെക്കുറിച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പുറത്തിറക്കുന്ന വാർത്താക്കുറിപ്പിൽ ഉടനീളം പിണറായി വിജയന്റെ മകൾ എന്ന് പരാമർശിക്കുകയാണ്. അവിടെ 2 കാര്യങ്ങളാണുള്ളത്. ഒന്ന്, മുഖ്യമന്ത്രിയായി പിണറായി വിജയനുള്ള കാലഘട്ടത്തിലാണ് ഈ സാമ്പത്തിക ഇടപാടെല്ലാം നടന്നിട്ടുള്ളത്. അത് മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള സ്വാധീനത്തെ പ്രയോജനപ്പെടുത്തിയതാണോ എന്ന സംശയം സ്വാഭാവികമാണ്. പക്ഷേ ഇങ്ങനെയൊരു റെയ്ഡ് നടക്കുമ്പോൾ, പരിശോധന നടക്കുമ്പോൾ, ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട സംശയം ഉയരുമ്പോഴൊക്കെ പിണറായി വിജയന്റെ പേരുകൂടി വാർത്താക്കുറിപ്പിൽ പരാമർശിക്കുന്നു. അതിനെയാണല്ലോ CPIM എതിർക്കുന്നത്. അതിലെന്ത് മറുപടിയാണ് EDക്കുള്ളത്? അഭിലാഷ്, ഈ വിഷയത്തിൽ ED പറയുന്നത് അതൊരു സ്വാഭാവിക നടപടിക്രമം മാത്രമാണ്. ED അന്വേഷിതമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളുടെ, അല്ലെങ്കിൽ ED റെയ്ഡ് നടത്തിയിട്ടുള്ള സാമ്പത്തിക ഇടപാടുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ മീഡിയയ്ക്ക് നൽകുന്നത് ഒരു സാധാരണ നടപടിക്രമം മാത്രമാണ് EDയെ സംബന്ധിച്ചിടത്തോളം. അതേസമയം തന്നെ ഇത് അനധികൃത പണമിടപാടുകളിൽ വീണയ്ക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട് എന്നാണ് ED വ്യക്തമാക്കുന്നത്. ഈ കണ്ടെത്തലുകളാണ് വാർത്താക്കുറിപ്പിൽ പരാമർശിച്ചിട്ടുള്ളത്. അതായത് കേസിൽ കൂടുതൽ ചോദ്യം ചെയ്യൽ ഈ വിഷയത്തിലുണ്ടാകും. അഭിലാഷ് സൂചിപ്പിച്ചതുപോലെ ഹവാല ഇടപാട് ഉൾപ്പെടെ ഈ വിഷയത്തിൽ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് ED കൃത്യമായി മെൻഷൻ ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണ് വീണയ്ക്കെതിരെ ED വാർത്താക്കുറിപ്പ് ഇറക്കിയത് അസാധാരണ നടപടിയെന്ന കഴിഞ്ഞ ദിവസം മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ അതുമായി പ്രതികരിച്ച് രംഗത്തെത്തിയിരുന്നു. ED പുറപ്പെടുവിച്ച വാർത്താക്കുറിപ്പും അതിനോടനുബന്ധിച്ച വാദപ്രതിവാദങ്ങളും ഈ CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാടുകൾക്ക് നിർണായകമായ വഴിത്തിരിവായി മാറിയിരിക്കുകയാണ്. അതായത് വരും ദിവസങ്ങളിൽ കൂടുതൽ ചോദ്യം ഉണ്ടാകും എന്നുള്ളത് ED വ്യക്തമാക്കി കഴിഞ്ഞു. എന്നാൽ ED ഇത് സ്വാഭാവിക നടപടിക്രമമാണെന്ന് വ്യക്തമാക്കിയപ്പോഴും പിണറായി വിജയൻ പറയുന്നത് ഈ EDയുടെ വാർത്താക്കുറിപ്പിൽ വീണ വിജയൻ മുൻ മുഖ്യമന്ത്രിയുടെ മകളെന്നാണ് സൂചിപ്പിച്ചിരിക്കുന്നത്. അത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ഒരു കാര്യം, അതായത് പ്രത്യേകിച്ച് മുൻ മുഖ്യമന്ത്രിയുടെ മകൾ എന്നുള്ളത് സൂചിപ്പിച്ചിരിക്കുന്നത് ഇത് രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് എന്നാണ് ഈ വിഷയത്തിൽ പിണറായി വിജയൻ വ്യക്തമാക്കിയിരിക്കുന്നത്. താനും തന്റെ കുടുംബവും ഇത്തരത്തിൽ ഹവാല ഇടപാടുമായി ബന്ധപ്പെട്ട് ഒരു ഇടപെടലും ഇതുവരെ ഉണ്ടായിട്ടില്ല. അത് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ കൈക്കണ്ടിയിലെ ഉടമസ്ഥയുടെ സ്ഥാപനമാണ് എക്സാലോജിക് എന്നുള്ള കാര്യം അങ്ങനെയാണ് ED വാർത്താക്കുറിപ്പിൽ മെൻഷൻ ചെയ്തിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ പ്രതികരണവും അതിൽ പ്രധാനപ്പെട്ട വാദങ്ങളും അങ്ങനെ തന്നെയാണ്. അതൊരു അസാധാരണ നടപടിയാണ്, അത് നമുക്കറിയാം. അങ്ങനെയാണ് പിണറായി വിജയൻ പ്രതികരിച്ചത്. വിവരങ്ങൾ വെബ്സൈറ്റിലാണ് നൽകാറുള്ളത്. വാർത്താക്കുറിപ്പ് അല്ലെങ്കിൽ പ്രസ് റിലീസ് ഇറക്കി പ്രചരിപ്പിക്കുന്നത് ED ഡയറക്ടറുടെ ഭാഗത്തുള്ള സാധാരണ നടപടിയാണെന്നാണ് പിണറായി വിജയൻ ആരോപിച്ചത്. അത് മാത്രമല്ല, ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വാർത്താക്കുറിപ്പിൽ പിണറായി വിജയന്റെ പേര് എടുത്തു പറഞ്ഞത് കൃത്യമായ രാഷ്ട്രീയ ലക്ഷ്യത്തോടെയാണ്. ആ ലക്ഷ്യം തന്റെ പേരിലേക്ക് എത്തിക്കുക, അതായത് ഈ ഇടപാട് തന്റെ പേരിലേക്ക് എത്തിക്കുക എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത്. വീണ തന്റെ മകളായതുകൊണ്ടാണ് ഏജൻസികൾ ഇത്തരമൊരു നിലപാടുകൾ സ്വീകരിക്കുന്നത്. അതേസമയം ഹവാല ആരോപണത്തെ പിണറായി വിജയൻ തള്ളുന്നുണ്ട്. വീണയോ അല്ലെങ്കിൽ താനോ തന്റെ കുടുംബാംഗങ്ങളോ ഒരു തരത്തിലുള്ള തരത്തിലുള്ള ഹവാല അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അവിഹിത ഇടപാടുകളിൽ പങ്കാളികളായിട്ടില്ല എന്ന് അദ്ദേഹം ആവർത്തിച്ച് പറയുന്നുണ്ട്. തങ്ങളുടെ കൈകൾ ശുദ്ധമാണ് എന്നും അദ്ദേഹം കഴിഞ്ഞ ദിവസം അവകാശപ്പെട്ടതാണ്. അത് മാത്രമല്ല, അന്വേഷണത്തോടുള്ള ഏജൻസി ആവശ്യപ്പെട്ട എല്ലാ വിവരങ്ങളും വീണ നൽകിയിട്ടുണ്ട്.
അതേസമയം ഭാവിയിലും അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്നുമാണ് കഴിഞ്ഞ ദിവസം പിണറായി വിജയൻ അറിയിച്ചിട്ടുള്ളത്. അതിനുള്ള പ്രതികരണമാണ് പിണറായി വിജയൻ വിമർശനം ഉന്നയിച്ച പശ്ചാത്തലം തന്റെ മകളായതുകൊണ്ടാണ് വീണയെ വേട്ടയാടുന്നത് എന്നതുൾപ്പെടെയുള്ള പ്രതികരണം നടത്തിയ പശ്ചാത്തലത്തിലാണ് ഈ വീണയ്ക്കെതിരെ കൃത്യമായ തെളിവുകളുണ്ട് എന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നത്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.